ഞാനൊരു കഴിഞ്ഞ കൊറോണ കാലത്താണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ ഊരൻ്റെ ഡിസ്കിന് കംപ്ലൈന്റ് വന്ന് കാലിൻ്റെ നരമ്പ് കയറി ഒറ്റ കടപ്പിലായിപ്പോയി. അങ്ങനെ ഞാൻ ഒരു പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞാണ്, ഫേസ്ബുക്കിൽ ഇങ്ങനെ ഈ നമ്പർ കണ്ടുകാണ്ട് നമ്മളൊരു എളാപ്പിയായിട്ട് വരും. മൂപ്പര് പറഞ്ഞാണ് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഒന്ന് വിളിച്ചു നോക്ക്, അതുകൊണ്ടൊന്ന് പോയി നോക്ക് എന്താണ്. അപ്പം എനിക്ക് ഞാൻ മഞ്ചേരിക്കാരനാണ്, മലപ്പുറം ജില്ല മഞ്ചേരിയിലാണ് സ്ഥലം. അപ്പോൾ അവിടുന്ന് എല്ലാ ഹോസ്പിറ്റലിലും പറഞ്ഞ് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പരീക്ഷണം നോക്കാന്നില്ല എനിക്ക് നമ്മൾ ഇങ്ങോട്ട് വന്ന് നോക്കി, ഒന്ന് വിളിച്ച് അന്വേഷിച്ചിട്ട് അന്നൊക്കെ ഒരു മാസത്തെ ഇതൊക്കെയാണ് പറയുന്നത്, ഡേറ്റ് ഒക്കെയാണ് തന്നിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിയൂല, കാരണം ഞാൻ കിടപ്പിലാണ്, ഒരു മാസത്തെ ഡേറ്റിൽ നമുക്ക് കഴിയൂല. അപ്പോൾ ഒരു പെട്ടെന്ന് ആക്കി തന്നു. അങ്ങനെ ഇവിടെ വന്ന് എന്താ പറയാന്ന് വെച്ചാൽ വണ്ടിയിൽ നിന്നും ഇറങ്ങാനും കഴിയൂല, നടക്കാനും കഴിയൂല, രണ്ടാളില്ലാതെ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാനൊന്നും കഴിയൂല. ആ ലെവലിൽ വന്ന് കയറി ഒറ്റയടിക്ക് തന്നെ ഞരമ്പും ഇതൊക്കെ ഊരൻ്റെ ഡിസ്കൊക്കെ ഒറ്റയടിക്ക് തന്നെ ക്ലിയർ ആക്കിയാണ്ട് തന്നു. പക്ഷെ ഒരു ചെരിവ് ഉണ്ടായിന് എനിക്ക് ഇവിടെ. അപ്പോൾ ഒരു കാരണം നീര് കെട്ടിയാണ്ട് എന്നതാണ്. അത് ഇതിട്ട് കഴിഞ്ഞാൽ ചൂടുവെള്ളം പിടിച്ചാണ്ട് കഴിഞ്ഞാൽ ഒക്കെ മാറിപ്പോവും. അങ്ങനെ ആ ഒരു പോക്കിൽ തന്നെ ഏകദേശം ഒക്കെ ക്ലിയറായി. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിരുന്നു. ഒരു മാസം ആയപ്പോഴത്തേന് ഞാൻ ഏകദേശം ഒക്കെ ഒരു നോർമലായിക്കാണ്ട് വന്ന്. പിന്നെ ഒരു മാസം കഴിഞ്ഞ് വന്നാലും പിന്നെ ചെറുതായിട്ട് ഒന്നും കൂടി ഇവിടെ കിടത്തിയിട്ടാണ് നെറ്റിച്ചണത്. ഒന്നുകൂടി നെറ്റിച്ച് വിട്ടു. ആ 2 വരവേ വന്നിട്ടുള്ളൂ. ഒരു കൊറോണ കഴിഞ്ഞിട്ട് ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ. ഇതുവരെ ആ പ്രശ്നം പിന്നെ വന്നിട്ടില്ല. അതിൻ്റെ ശേഷം നമുക്ക് ഇവിടെ ഒരു വിശ്വാസം വന്നു. വിശ്വാസം പറഞ്ഞാൽ നമ്മൾ തെളിവാണ്, നമ്മൾ സാക്ഷിയാണ്. അതിൻ്റെ ശേഷം ഒരുപാട് പേരെ ഇങ്ങോട്ട് നമ്പർ കൊടുത്തിട്ടായാലും ഒക്കെ വിട്ടിങ്ങോട്ട് പറഞ്ഞു വെച്ചു. അവര് മുഴുവൻ നല്ല റിസൾട്ട് ആയിട്ടാണ് വന്നത്. ഇപ്പൊ ഞാനിപ്പോ വന്നപ്പോ ഈ മാസത്തില് 3ാമത്തെ വ്യക്തിനായിട്ടാണ് വരുന്നത്. ഈ മാസത്തില് ഒരാളെ പതിയന്മാർക്ക് കൊണ്ടുവന്നത് കടത്തിയിട്ടാണ്. എൻ്റെ വണ്ടിയിൽ തന്നെ കടത്തിയിട്ടാണ് കൊണ്ടുവന്നത്. നടക്കാനും ഇതിനൊന്നും കഴിയൂല. ആളെ പിടിച്ച് കയറ്റി ഇതിൻ്റെ ഉള്ളിൽ നേരെ ഡോക്ടർ ഒരു നെട്ടിച്ചിട്ടുള്ളൂ. നീ കൂടെ പായിപ്പിച്ചാണ് വിട്ടേക്കാണ്. അയാള് കഴിഞ്ഞാൽ അയാളൊരു 10 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി വരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞാൽ ഒരു കൂടി വന്നു. ആള് സുഖമായിട്ട് ജോലി ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. കഴിഞ്ഞിട്ട് എൻ്റെ അമ്മായിൻ്റെ മോനാണ്.
അതിലും ഞാൻ വേറൊരാളെയും കൊണ്ടുവന്നു. ഇതിപ്പോ അർജന്റ് കൂട്ടി കഴിഞ്ഞപ്പോ ഈ 2-ാം തീയതി സൗദിക്ക് പോവാണ്. അപ്പൊ പിന്നെ പെട്ടെന്ന് വരാൻ കഴിയൂല വിചാരിച്ചുകൊണ്ട് ചുരുങ്ങിയപ്പോ ഇങ്ങോട്ടൊരു 10-18 പേരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടും ഉണ്ടാവും. അതിൽ തന്നെ ഒരു 10-15 പേരെ അങ്ങോട്ട് വേറെ കൊണ്ടുവന്നിട്ടും ഉണ്ടാവും. കാരണം നമുക്കൊരു വിശ്വാസമല്ല, ഒരു അനുഭവം ഒരു ഗുരുവാണ്. നമുക്ക് അനുഭവമല്ലൊരു ഡോക്ടറാണ്. പിന്നെ ഇപ്പൊ ഇവിടെ വേറെ എവിടെയൊക്കെ ഒന്ന് ഇതിന്റെ ബാക്കിയൊന്ന് തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും ഇപ്പൊ ഞമ്മക്ക് വിശ്വാസം ഇല്ല എന്നല്ല, പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകൂല. ഇതെന്താ വെച്ചാൽ ഇതൊരു മറ്റേ ഇതിന്റെ കട തുടങ്ങിയതല്ലല്ലോ. ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നമ്മൾ പലയിടത്തുനിന്നും വാങ്ങും, അവിടുന്ന് വാങ്ങും ഇവിടുന്ന് വാങ്ങുക നമ്മളെ ആവശ്യമാണ്. പക്ഷെ ഇതൊരു രോഗമായിട്ട് വരുമ്പോൾ നമ്മളൊരു പരീക്ഷണത്തിന് നിൽക്കൂല. നമുക്ക് വിശ്വാസം ഇവിടെയാണ്, പൂർണ്ണ വിശ്വാസമാണ്. അപ്പൊ ഇനി ഇതും ഞമ്മക്ക് വിശ്വാസമാണ്. ഇതിപ്പം ടീച്ചർ ഇതാക്കിയോണ്ട് ഇതിപ്പോ ഇനി അടുത്ത വരവ് വരണം എന്ന് ഒരു മാസം കഴിഞ്ഞാൽ വരണം എന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യം വരൂല, ഇതിന്റെ മുമ്പ് തന്നെ മാറിക്കിട്ടും. പദ്യത്തിലാണ് പോയാല് ഒരു കുഴപ്പമില്ല. കുഴമ്പും പിന്നെ അരിഷ്ടവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതൊക്കെ ഈ നീരുപരമായിട്ട് പോകാനല്ലേ ഇതുള്ളൂ. അതോടുകൂടി സംഗതി